ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് മാത്രമല്ല, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തോട്ടങ്ങൽ എക്സോട്ടിക് ഫാമിലാണ്. ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഒരു ചെടിയുടെ തന്നെ പല വർഗ്ഗങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാമൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇന്ന് ഫുള്ള് തോട്ടങ്ങൽ എക്സോട്ടിക് ഫാമിൻ്റെ വിശേഷങ്ങളാണ്. പോവാം വീഡിയോയിലേക്ക്. ഇന്ത്യൻ ഫ്രൂട്ട്സ് കൊണ്ട് പേര് പോലും വായിക്കാൻ കിട്ടാത്ത പലതരം ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. പാലക്കാട് ജില്ലയിലേക്ക് വരുന്നവരെല്ലാവരും മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. ഇതിൻ്റെ ഒരു കുന്നിൻ്റെ മേലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെടികൾക്ക് പറ്റിയ കാലാവസ്ഥയുമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫാം ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. വരുന്ന വഴിയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റം തന്നെയാണ്. നമുക്ക് നടന്ന് അങ്ങോട്ടൊക്കെ നോക്കി നോക്കാം. അതാ അവിടെ മാവുകൾ തന്നെയാണ് നിൽക്കുന്നത്. ഈ മാവിൻ്റെ പ്രൈസ് 2800 രൂപയാണ്. ഇവിടെ ഇനിയും ഉണ്ട്. അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് ഇനിയും മാവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ എന്ത് വലിയ മരങ്ങളാണെന്ന്. നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല തരം ചെടികളുണ്ട്. ഡെക്കറേഷനുള്ള ചെടികളുണ്ട്. വെളിയിൽ വെക്കാൻ പറ്റിയ ചെടികളുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. തായ്ലാൻഡ് കട്ടിമൺ മാംഗോ, പിന്നെ ഇപ്പുറത്ത് ചിക്കു, സപ്പോട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സപ്പോട്ട. ഇപ്പുറത്ത് ബ്രൂണി കിങ് മാംഗോ, കലപ്പാടി, ഇവിടെ കൊളമ്പ്, ടിവാൻ പിങ്ക്, ഗുവ. അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞി മരത്തിൽ ഇങ്ങനെ വലിയ 2 പേരയ്ക്ക കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ? അതിശയം തോന്നിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. സീഡ്ലെസ് ലെമൺ, പല പല ടൈപ്പ് ചെടികളാണ് ഇവിടെ ഉള്ളത്. ബാക്കിയെല്ലാം കൂടെ നമുക്ക് വായിച്ചോക്കാം. എന്താ വിയറ്റ്ന, വല്ലാത്ത പേര്. സൂപ്പർ ഏർലി. ബാക്കിയുള്ളത് ഇവിടെ എന്താണ്? ജയന്റ് എയ്ഡ് ഫ്രൂട്ട്. ഇനി ഇവിടെ പല പല വെറൈറ്റീസ് ഉണ്ട്. നമുക്കിത് എല്ലാം കൂടെ വായിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പം നമുക്കിനി ഫ്രൂട്ട്സ് കാണിക്കാം. അതിശയം തോന്നുന്നു, കാരണം ചെറിയ ചെടികളിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട്. കണ്ടോ എന്ത് കുഞ്ഞു ഫ്ലവറാണ്. അതിൽ കണ്ടോ ചക്കയൊക്കെ കായ്ച്ചു നിൽക്കുന്നത്. ഇതേപോലെ ഇവിടെ പേരയ്ക്ക, മാങ്ങ, സപ്പോട്ട ഒക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ബാക്കി ഭാഗത്തേക്കും കൂടെ പോവാം. ഇവിടെ തന്നെ നമ്മുടെ സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. യെല്ലോയും വൈറ്റും. ഇവിടെ അങ്ങനെ പല ടൈപ്പിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. സപ്പോട്ട, ചിക്കു, പ്ലം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയാൽ ഈ പല പല ചെടിയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു സെറ്റാണ്. ഇവിടെ വേറെ ചെടികളൊക്കെയാണ്. കണ്ടോ? ചെറിയ വില മുതൽ ഇവിടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വളരെ നല്ല പ്ലാന്റ്സ് തന്നെയാണ് ചെറിയ വിലയിലുള്ളത്. ഇവിടെ പിന്നെ അതിശയം തോന്നിക്കുന്ന തരത്തിലുള്ള ചെടികളുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് കേൾക്കാത്ത ടൈപ്പ് ചെടികളും ഉണ്ട്. ഇവിടേക്ക് വരുന്ന വഴി നല്ല അട്രാക്റ്റീവാണ്. നല്ലൊരു കാണാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നവർ എന്തായാലും ഇപ്പോൾ വന്നിട്ട് അനുഭവമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.